ബാംഗ്ലൂരുവിൽ പുതുവത്സര ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് എത്തിച്ച 28.75 കോടി രൂപയുടെ ലഹരിമരുന്ന് സെൻട്രൽ ക്രൈം ബ്രാഞ്ച് പിടികൂടി. സംഭവത്തിൽ ടാൻസാനിയൻ സ്വദേശി നാൻസി ഉമർ, നൈജീരിയൻ സ്വദേശി ഇമ്മാനുവൽ അരിൻസെ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരു സിറ്റി ക്രൈം ബ്രാഞ്ച് നർക്കോട്ടിക് വിഭാഗം മയക്കുമരുന്ന് ശൃംഖലകൾക്കെതിരായ നടപടി ശക്തമാക്കി. വിശ്വസനീയമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സിസിബി ഉദ്യോഗസ്ഥർ ബാംഗ്ലൂരുവിലെ സാബികേഹള്ളിയിലെ ഒരു വീട്ടിൽ റെയ്ഡ് നടത്തി. 29-കാരിയായ ടാൻസാനിയൻ സ്ത്രീയായ നാൻസി ഒമാരിയെ അറസ്റ്റ് ചെയ്തു. ഉത്സവകാലത്ത് വിതരണം ചെയ്യുന്നതിനായി അവർ വലിയ അളവിൽ MDMA സംഭരിച്ചു വെച്ചതായി ആരോപിക്കപ്പെട്ടിരുന്നു. 2023 ടൂറിസ്റ്റ് വിസയിൽ ഡൽഹിയിലെത്തിയ പ്രതി പിന്നീട് ബാംഗ്ലൂരിലേക്ക് താമസം മാറി. ഹെയർ സ്റ്റൈലിസ്റ്റായി ജോലി ചെയ്യുകയും അതേസമയം മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുകയും ചെയ്തു. ഡൽഹിയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് MDMA വാങ്ങി ലാഭത്തിനായി അറിയപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് വിറ്റതായി അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ.